നമസ്കാരം. ഇന്ന് എൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയിൽ ഹരിപാലോടെന്ന എൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു. കരുനാഗപ്പള്ളിയിൽ നടന്ന ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകരുടെ ഒരു മീറ്റിങ്ങിൻ്റെ ചിത്രമാണ് ഞാൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ അബ്ദുൾ ഗഫൂർ PK എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് ഒരു കമൻ്റ് ഇട്ടു. ആ കമൻ്റ് എന്ന് പറയുന്നത് ഇതെന്താണ്, വർഗീയ വിഷജന്തുക്കളുടെ സമ്മേളനമാണോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. ഞാൻ അതിന് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പരിശോധിച്ച സമയത്ത് മലപ്പുറം ജില്ലയിലെ തൂർ താമസക്കാരനായിട്ടുള്ള വ്യക്തിയാണ് ഈ അബ്ദുൾ ഗഫൂർ PK എന്നെനിക്ക് ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ അടിയിൽ ഒരു മറുപടി കൊടുത്തു. ആ മറുപടി എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ ചെയ്ത പ്രവർത്തനത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമ്മേളനം തന്നെയാണ്. കൂടാതെ പാകിസ്ഥാനും തിരിച്ചു പിടിക്കണം. ഇതായിരുന്നു അതിന് കൊടുത്ത മറുപടി. അതിന് അദ്ദേഹം തിരിച്ച് വീണ്ടും ഒരു കമൻറ്റ് മറുപടിയായിട്ട് തന്നു. താനോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമോജിയും ഇട്ടിട്ടുള്ള കമൻ്റാണ് തന്നത്. അപ്പോൾ ഞാൻ അതിന് അയാൾക്ക് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്, നിങ്ങളും കൂടി പോന്നോളൂ, പാകിസ്ഥാൻ നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ, ഇതായിരുന്നു കൊടുത്ത മറുപടി. പക്ഷേ അതിനുശേഷം അയാൾ അതിൽ കമൻറ്റ് ചെയ്തിട്ടേ ഇല്ല, മറുപടി പറഞ്ഞിട്ടുമില്ല. പാകിസ്ഥാൻ തിരിച്ചു പിടിക്കണം, നമുക്ക് നമ്മുടെ നാടിനോട് ചേർക്കണം, ഈ നിങ്ങളുടെ ആ വിഷയത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന് പറയുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായില്ല. പക്ഷേ ഒരു ഹിന്ദു സംഘടന ഒരു മീറ്റിംഗ് നടത്തിയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ മറ്റാരെയും ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റാരെയും അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല, ആരെയും അതിൽ തെറി പറഞ്ഞിട്ടില്ല. നമ്മുടെ സ്വന്തം പ്രൊഫൈലിൽ നമ്മളൊരു ഫോട്ടോ ഷെയർ ചെയ്തപ്പോൾ അത് കൃത്യമായിട്ട് അതിനെ അധിക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് വർഗീയ വിഷജന്തുക്കൾ എന്ന് വിളിക്കുവാൻ വേണ്ടിയിട്ട് ഈ അബ്ദുൾ ഗഫൂർ PK കൃത്യമായിട്ട് തയ്യാറാവും. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിഷം എത്രത്തോളം നീചമായിട്ടുള്ള, എത്രത്തോളം നികൃഷ്ടമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമയാണ് ഇയാൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, കാഞ്ഞങ്ങാട് വീട്ടിലുറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയായിട്ടുള്ള കൊച്ചു കുട്ടിയെ പീഡിപ്പിച്ച സലീമായാലും ശരി, ഇന്ന് കാഞ്ഞങ്ങാട് സലീമാണ് ചെയ്തതെങ്കിൽ താമരശ്ശേരിയിൽ ഇന്നിപ്പോൾ പുറത്തു വരുന്ന ഒരു മാധ്യമത്തിലൂടെ ഞാൻ കണ്ട വാർത്തയെന്ന് പറയുന്നത് അവിടെ നിസാർ എന്ന് പറയുന്ന താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത, കസ്റ്റഡിയിലെടുത്ത കോഴിക്കോട് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു 25 വയസ്സുകാരൻ, അയാളെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് അവിടെ ഒരു ജുവലറിയുടെ കവർച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുകയും എന്നാൽ ചോദ്യം ചെയ്ത് ഇയാളുടെ അഡ്രസ്സും മറ്റ് ഡീറ്റെയിൽസും രേഖപ്പെടുത്തുന്ന സമയത്ത് ഇയാൾ 2022 പരിചയപ്പെട്ട ഒരു യുവതിയെ, ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ, യുവതിയല്ല ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. പോക്സോ കേസിലൂടെ പ്രതിയായി ഇയാളെ റിമാൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അയാളുടെ ഫാമിലി പശ്ചാത്തലം പരിശോധിക്കുന്ന സമയത്ത് അയാളുടെ സഹോദരന്മാർ, 2 സഹോദരങ്ങൾ കൂടെയുണ്ട്. ഈ 2 സഹോദരന്മാരും ഇതുപോലെ മോഷണ കേസിലും പോക്സോ കേസുകളിലും പ്രതിയായിട്ടുള്ളവരാണ്, നിരവധി പ്രാവശ്യം പ്രതി ചേർത്തിട്ടുള്ളവരാണ് എന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ വളരെ രസകരമായിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഈ 3 സഹോദരന്മാരുള്ള കുടുംബത്തിൽ ഈ 3 സഹോദരന്മാരുടെയും പിതാവായിട്ടുള്ള അച്ഛൻ, ആ കുടുംബത്തിലെ അവരുടെ ബാപ്പ, ആ ബാപ്പ നിരവധി പ്രാവശ്യം മോഷണ കേസിലെ പ്രതിയായിട്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളാണ് എന്നുള്ളത് പുറത്തു വരികയാണ്. ഇത്തരത്തിലുള്ള ഹീനമായിട്ടുള്ള, പ്രായപൂർത്തിയാവാത്ത കൊച്ചു മക്കൾക്ക് നേരെ ഇത്രയും നികൃഷ്ടമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന ഇക്കൂട്ടരെ വിമർശിക്കാൻ ഇവർ തയ്യാറാകാതെ ഈ നാടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കൊടിയ മത തീവ്രവാദം പ്രസംഗിച്ചു നടക്കുന്ന ഇവരുടെ മത പുരോഹിതന്മാരെ ഒരു വാക്കിൽ പോലും വിമർശിക്കാതെ ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പരിപാടി സംഘടിപ്പിച്ചാൽ അതിനെതിരെ അധിക്ഷേപവും വിമർശനവും ഇത്തരത്തിലുള്ള വിഷജന്തു എന്നുള്ള പരാമർശവും ഒക്കെ നടത്തി കൂട്ടർ രംഗത്ത് വരുമ്പോൾ യഥാർത്ഥ ഈ നാട്ടിലെ വിഷജന്തു, ഈ മതേതര കുപ്പായത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന യഥാർത്ഥ വിഷജീവി ആരാണ് എന്ന് കൃത്യമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം മനസ്സിലാക്കുന്നു എന്നുള്ളത് ഇതുപോലുള്ള അബ്ദുൾ ഗഫൂർ PK മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇത്തരത്തിലുള്ള വിഷജന്തുക്കളെ കൃത്യമായി ഉപരോധിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ മാപ്പിള ലഹളയിലൂടെയൊക്കെ ഹിന്ദു സമൂഹത്തെ അമർച്ച ചെയ്തിട്ടുണ്ട് എങ്കിൽ, അത്തരത്തിലുള്ള ഹിന്ദു സമൂഹത്തെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പൂർവികർ പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ ഇനി ആവർത്തിച്ചാൽ
അതിനെ പാഴ്ശ്രമങ്ങളാക്കി വിഫലമാക്കി നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ആസൂത്രണം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് നിങ്ങളോട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നന്ദി, നമസ്തേ.